ഇനി മുതൽ കൺഫർമേഷൻ ലിസ്റ്റ് പറയേ ചെയ്യരുത്. പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമേ പറയാവൂ. കൺഫേംഡ് ലിസ്റ്റ് ഒരു കാരണവശാലും പറയരുത്. സീസൺ 7 മുതലുള്ള നിയമമാണ്. 6 വരെ ഈ നിയമം ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല, എങ്ങും കേട്ടിട്ടില്ല. 6 വരെ ആർക്ക് വേണമെങ്കിലും കൺഫേംഡ് പറയാം. 50%, 60%, 70, 80, 90, 99, 100 അങ്ങനെ പറയാം. സീസൺ 7 മുതലുള്ള റൂള് പ്രകാരം കൺഫേംഡ് ലിസ്റ്റ് പറയാൻ പാടില്ല. പ്രഡിക്ഷൻ മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതൊക്കെ ആരെനിക്ക് നേരെ ആട്ടിത്തുപ്പാൻ വേണ്ടി പറഞ്ഞു വിടുന്ന സംഭവങ്ങളാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതൊക്കെ പെട്ടെന്ന് ഒരിടത്ത് നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. ഇത് മാത്രമല്ല, കുറേ സംഭവങ്ങൾ ഞാൻ ഏതാണ്ട് ഒരു മാസമായിട്ട് ചില കാര്യം പറയണം എന്ന് വിചാരിക്കും. പിന്നെ പറഞ്ഞ് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ ഹൈപ്പാണ്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും വേണോ വേണ്ടേന്ന്. സത്യം പല ദിവസങ്ങളെ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് വേണ്ട, പറയുന്നതിനാ, വെറുതെ വിട്ടേക്കാം. ഇതിൽ കമൻറ്റ് ചെയ്യുന്ന നോർമലായിട്ട് കാണുന്ന ഒരു പറ്റം ആൾക്കാരും ഉണ്ട്, പട നയിച്ച് വിടുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം കോപ്പി അടി അലർട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്നുള്ളൊരു സാധനമാണ്. മൂന്നാമത്തത് ബിഗ് ബോസിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി, അറിഞ്ഞില്ലേ? ബിഗ് ബോസ് എങ്ങനെ കാണണം, അതുപോലെ തന്നെ ആർക്കാണ് ഇപ്പോഴേ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പിടിച്ച് നിർത്തേണ്ടത് എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ PR എടുക്കുന്നവർ വ്യക്തമായിട്ട് അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവരവർക്ക് തന്നെ പ്രശ്നമാവുന്നൊരു കാര്യമാണ്. എനിക്കിന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ള കാര്യം. ഇതാ ഞാൻ എങ്ങനെ ഇത് കൺവേ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് കാര്യം എങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ കുറച്ച് കാര്യം പറയുവാണ്. തുടങ്ങുവാണേ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുവാണ്. ഇനി ടോപ്പിക്കിലേക്ക് വരാം. ബിഗ് ബോസ് സീസൺ 7ൻ്റെ കൺഫേംഡ് ലിസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 2-3 ആഴ്ചയായിട്ടാണ് കൺഫേംഡ് ലിസ്റ്റ് അൻസിഫ് പറയരുത്, പ്രഡിക്ഷൻ മാത്രം പറഞ്ഞാൽ മതി. എല്ലാ ചാനലുകളും കാണുന്നില്ലേ, അവരൊക്കെ പ്രഡിക്ഷൻ മാത്രമല്ലേ പറയുന്നത്, അൻസിഫ് മാത്രമല്ലേ കൺഫേംഡ് പറയുന്നത്. കൺഫേംഡ് പറഞ്ഞിട്ട് അവരുടെ ചാൻസസ് നഷ്ടപ്പെട്ടാലോ കുറേ കമൻസ് കാണുന്നുണ്ട്. ഈ കമൻറ്റുകളുടെ എല്ലാം ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഈ പറയുന്നത് പോലെ എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ ഈ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു 10-200ഓളം ചാനലുകളുണ്ട്. അതിനകത്ത് സത്യമായിട്ടുള്ള കാര്യങ്ങളും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഗ്യാസ് അടിച്ച് കയറ്റിയുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇവർ എല്ലാവരും ഈ പറയുന്ന 200 ചാനൽസ് ഉണ്ടെങ്കിൽ 200 ചാനൽസും കഴിഞ്ഞ വർഷം വരെയും 50% കൺഫേം, 60, 70, 80, 90, 95, 99, 100 ഇങ്ങനെ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് മാത്രം എൻ്റെ കമന്റ് ബോക്സിൽ അൻസിഫ് പറയരുത്, പ്രഡിക്ഷൻ പറഞ്ഞാൽ മതി എന്ന് പറയണമെങ്കിൽ ആരൊക്കെയോ പ്രഡിക്ഷൻ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഞാൻ വളരെ നേരത്തെ തന്നെ അറിയുന്ന പേരുകൾ നിങ്ങളുടെ മുന്നിൽ ഇത്രയും വേഗം എപ്പോഴും എത്തിക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എപ്പോഴും എത്തിക്കാൻ. ഇത് ഒബ്വിയസ്ലി നിങ്ങൾ വിചാരിക്കും ഇതിനകത്തൊരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. ഈ പറയുന്ന ഏത് മേഖലകളിലായാലും കോമ്പറ്റീഷൻ ഉണ്ട്. ആർട്ടിസ്റ്റുകൾ തമ്മിൽ ബിഗ് ബോസിനകത്ത് നടക്കുന്ന പോലെ തന്നെ ഈ ബിഗ് ബോസിൻ്റെ 10-200 ചാനലുകൾ ഉണ്ടെങ്കിൽ അവർ തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കള്ളമായിരിക്കും. പല മുഖങ്ങളാണെങ്കിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ ഈ വീഡിയോയുടെ മുമ്പിൽ വരുന്ന പോലെ ആയിരിക്കത്തില്ല എൻ്റെ റിയൽ സ്വഭാവം, അത് വേറെ ആയിരിക്കും. അപ്പോൾ ഈ കൺഫേംഡ് ലിസ്റ്റുകൾ ഇടാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് ഒരു മനുഷ്യനും കഴിഞ്ഞ ഇയർ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷവും ഞാൻ ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷവും ഞാൻ കൺഫേംഡ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. എത്രയോ ദിവസം മുമ്പിട്ടിട്ടുണ്ട്. ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു. വരുന്ന സാധനങ്ങൾ 1-2 മാറും, അടുത്ത് വരുന്ന 1-2 കയറും. ഇത് ഡെയിലി ചെയ്തില്ല. കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് എനിക്ക് വന്നില്ല? കാരണം ഇത് ഈ പറഞ്ഞതുപോലെ കുറേ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും എന്താണോ ആൾക്കാർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചിലരുടെ അടുത്ത് നിന്ന് ചില ഇൻഫർമേഷൻസ് കേട്ടിട്ട്, ഇപ്പം ഞാൻ നിങ്ങളെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു കാര്യത്തിൽ ശ്രമിച്ചിട്ടില്ല. ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുമ്പോഴായാലും അപ്ഡേറ്റ് പറയുമ്പോഴത്തേക്കായാലും ഞാൻ നിങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കുന്നു. എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് ഇത് എടുക്കാം, തള്ളിക്കളയാം. ഈവൻ ഞാൻ റിവ്യൂ പറയുമ്പോൾ കൂടിയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു തിങ്ങാണ് എന്താ, ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ഐഡിയോളജി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലേ? നിങ്ങൾക്ക് ഇതെനിക്ക് ഇത് ഗെയിം വൈസിൽ ആലോചിച്ചിട്ട് എനിക്ക് ഈ സാധനം കിട്ടുന്നേ ഇല്ലല്ലോ എന്ന് തോന്നുമ്പം അൻസിഫിൻ്റെ ഓപ്ഷൻ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു. അല്ലാതെ എൻ്റെ ഒപ്പീനിയൻ ഇറ്റ്സ് നോട്ട് ദ പബ്ലിക് ഒപ്പീനിയൻ. അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്.
ഈ ക്ലാസ് എടുത്ത് ഓരോരോ കാര്യങ്ങൾ വിടുമ്പോഴത്തേക്കും പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ ഇപ്പോഴേ പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമേ പറയാൻ പാടുള്ളൂ, കൺഫേംഡ് ലിസ്റ്റുകൾ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിയമം വന്നത് ആരാണ് ഈ നിയമം ഉണ്ടാക്കിയത്? ഏത് സീസൺ മുതലാണ് ഈ നിയമം ഉണ്ടാക്കിയത്? എനിക്കതാണ് അറിയാനുള്ളത്. ആരാണ് ഈ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കൂ. ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കി വിട്ടത്? ഈ നിയമങ്ങൾ ഉണ്ടാക്കി വിട്ടതിൻ്റെ പിന്നിലെ റീസൺസ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ വ്യക്തമായിട്ട് നോക്കുക. കഴിഞ്ഞ വർഷം വരെയും കൺഫേംഡ് ലിസ്റ്റുകൾ നിറയെ ഇട്ടുകൊണ്ടിരുന്ന ഈ 200 ചാനലുകളിലും ഒന്നിലും കാണുന്നില്ല. ഞാൻ ആരെയും ഒന്നും നോക്കിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയത്. കൺഫേംഡ് ആണെങ്കിൽ കൺഫേംഡ്, പ്രഡിക്ഷൻ ആണെങ്കിൽ പ്രഡിക്ഷൻ, ഡൗട്ട് ആണെങ്കിൽ ഡൗട്ട്, അങ്ങനെ സർപ്രൈസ് ആണെങ്കിൽ സർപ്രൈസ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ആരെങ്കിലും ഒരാൾ നിയമം മാറ്റുമ്പോൾ അത് ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ അറിയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനകത്ത് ഇനി റോങ് വരുന്ന സാധനമാണെങ്കിൽ ഞാൻ വന്ന് പബ്ലിക്കലി സോറിയും പറഞ്ഞിട്ടുണ്ട്, അല്ല അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഈ കൺഫേംഡ് ലിസ്റ്റുകൾ ഇടരുത് എന്നിപ്പോൾ നിറയെ ഇങ്ങനെ കമൻസുകൾ വരുന്നുണ്ട്. അത് ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കമൻസ് ഇങ്ങനെ കൺഫേംഡ് ലിസ്റ്റുകൾ ഇടരുത് എന്ന് പറയുന്നത്. പക്ഷേ ഇവരും കൺഫേംഡ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ വരെയും കൺഫേംഡ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ഒരെണ്ണം അവൈലബിൾ അല്ല. ഇനിയിപ്പം ഇതിന് ശേഷം എല്ലാം പബ്ലിക് ആവുമെങ്കിലേ ഉള്ളൂ. കൺഫേംഡ് ലിസ്റ്റ് 90, 95, 99, 80, 85 ഈ ലേലം വിളിക്കും കണക്ക് വാരിപ്പിറക്കിയിട്ടപ്പം അന്നൊന്നും ആർക്കും ചോദിക്കണ്ടായിരുന്നു, അന്നൊന്നും ആർക്കും പറയണ്ടായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ. ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും ചോദിക്കണം. കാരണം ആ വീഡിയോസ് ഒന്നും നിലവിലില്ല, എല്ലാം പ്രൈവറ്റഡ് ആണ് ഓർ അൺലിസ്റ്റഡ് ആണ്. അപ്പം നമുക്ക് ഇതിനൊക്കെ കുറിച്ച് ചോദിക്കാം അല്ലേ? ഇതൊക്കെ ആര് പടച്ചു വിടുന്നതാണെന്നും എവിടെ നിന്ന് പടച്ചു വിടുന്നതാണെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് നോർമലി ഇത് കുറച്ച് പേർക്ക് തോന്നുന്ന സാധനം കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് പേർക്ക് തോന്നിയിട്ട് എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടെ തന്നിട്ട് ഞാൻ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകാം. അതായത് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞാൽ പോലെ. എടാ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട്ട് എപ്പോഴും എത്തിക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്ത് കാര്യമായാലും നിങ്ങൾക്ക് സീസൺ 6ഉം 5ഉം ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചോളുന്നത്. എനിക്ക് വളരെയധികം പേഴ്സണലി അടുപ്പമുള്ള കണ്ടസ്റ്റൻസ് കാണുമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേരൊഴിച്ച് ബാക്കി എല്ലാ പേരുകളും ഞാൻ നിങ്ങളുടെ മുന്നിൽ വിളിച്ച് പറയും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത പേരാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സിജോ ആയിട്ട് എനിക്ക് വളരെ അടുത്ത ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ സിജോയുടെ പേര് പറഞ്ഞത് 8-ാം തീയതിയാണ്. മാർച്ച് 10-ാം തീയതി ഷോ തുടങ്ങിയപ്പോൾ 8-ാം തീയതിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അത് എന്നോട് സിജോ ആയിട്ട് ഞാൻ വളരെ അടുത്തൊരു സൗഹൃദമാണ്. അൻസിഫെ, എൻ്റെ പേര് നീ പറയില്ലേ എന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. സീരിയസ്ലി ഞാനത് പറഞ്ഞിട്ടില്ല. സത്യം, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കിയാൽ പറയാം. സിജോയുടെ പേര് നവംബറിൽ ഞാൻ ഒരു തവണ ഒരു പ്രഡിക്ഷൻ പോലെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ മാർച്ച് 8-ാം തീയതി സിജോ കയറുന്നതിന് 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് ഞാനത് പറയണ്ട, എൻ്റെ അടുത്ത് പറയരുത് എന്നൊരാൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ലെങ്കിൽ ഞാനത് പറഞ്ഞേനെ. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും അറിയുന്നവരെ നിങ്ങളിലേക്ക് എത്തിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത 2-ാമത്തെ കേസ് എന്തായാലും ഞാൻ പറയാൻ വിടാൻ മറന്നുപോകും. പറയാനുള്ള കാര്യം പറയാൻ വന്നിട്ട് മറന്നുപോകും. കോപ്പിയടി അലർട്ട്. പലരും എനിക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണമാണ് കോപ്പിയടി അലർട്ട്. അവരുടെ തമ്പനയിൽ, ഇവരുടെ സ്റ്റൈൽ, ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ആ കണ്ണ്, ഇതെല്ലാം ഞാൻ അടിച്ചുകൊണ്ട് വന്നതാണ് എന്നുള്ള അതിനോട് എനിക്ക് പറയാനുള്ളത്. 1-ാമത്തെ കേസ് തമ്പനയിൽ കോപ്പിയടി. അത് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് പോകണ്ടേ. ഞാൻ ചാനൽ ബിഗ് ബോസ് റിവ്യൂ തുടങ്ങുന്നത് 2022-ലോ 2023-ലാണ്, സീസൺ 5ൻ്റെ സമയത്ത്. അത് കഴിഞ്ഞു തമിഴ് റിവ്യൂ ഒരു സീസൺ കഴിഞ്ഞു, മലയാള സീസൺ അടുത്ത കഴിഞ്ഞു, തമിഴ് കഴിഞ്ഞു, വീണ്ടും മലയാളം. അപ്പം അതിന് മുന്നേ ഞാൻ നാഗകന്യക എന്ന് പറഞ്ഞ സീരിയൽ റിവ്യൂ എൻ്റെ ഈ ചാനലിൽ ചെയ്തിരുന്നത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ബിഗ് ബോസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന തമ്പനയിലുകൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കോപ്പി അടിയാണോ അല്ലയോ നിങ്ങൾ നോക്കുക. അതിനുള്ള വ്യൂസ് അതിനൊക്കെ വന്നിട്ടുള്ള വ്യൂസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ആ സമയത്ത് കുറച്ച് ബ്രൈറ്റ്നസ് കുറയ്ക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും കുറച്ചും കൂടി. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. കളർ കോമ്പിനേഷൻ കണ്ടോ? ഓറഞ്ച് റെഡ്. ഇനി ഓറഞ്ച് റെഡ് അല്ല, മെറൂൺ. അടുത്ത് മഞ്ഞയിൽ ചുമപ്പ്, കറുപ്പ്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കിക്കോ. ഇത് അടുത്തത്. കളറുകൾ മാറി ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നീല. അടുത്ത് നീലയിലോട്ട് കയറിയിട്ടുണ്ടേ. നോക്ക്, നീല. ഇതെല്ലാം ഞാൻ മാറി ട്രൈ ചെയ്ത് ഇതിനൊക്കെ ഒരു വ്യൂസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വ്യൂസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതെല്ലാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്ന വേറെ ഒന്നിനും വേണ്ടിയില്ല. ഇങ്ങനെയെല്ലാം കറങ്ങി തന്നെയാണ് ഇപ്പം ദേ ഈ തമ്പനയിൽ വരെ എത്തി നിൽക്കുന്നതും കറങ്ങി തന്നെയാണ്. നമുക്ക് അറ്റേ പോയിന്റ് ആവുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് അതിന് തമ്പനയിൽ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ അത്യാവശ്യം നല്ല വ്യൂ പോകുന്നത്. പിന്നെ നമ്മളത് മാറ്റുമോ? നമ്മളത് മാറ്റൂല. അത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്ന സംഭവം. ഓക്കെ, ഇനി അപ്പം അതാണ് തമ്പനയിലിൻ്റെ കേസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് എന്താ പറയുക, പലരും പറയുന്ന പോലെ ഞാൻ പറയുന്നു എന്നുള്ളത്. ആക്ച്വലി ഞാൻ അങ്ങനെ ഒന്നും തുടക്കത്തിൽ തന്നെ നിറയെ റിവ്യൂവേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് എല്ലാവരെയും ഫോളോ അപ്പ് ചെയ്യുന്നതാണ്, എല്ലാവരെയും കാണുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടായിരിക്കും നമുക്കും ഇതുപോലൊരു ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ ഞാനും ഹിന്ദി ബിഗ് ബോസ് കാണുന്നതാണ്, അല്ലെങ്കിൽ ഞാനും മലയാളം ബിഗ് ബോസ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ചാനൽ തുടങ്ങിക്കൂടാ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇൻസ്പയർ ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ, എനിക്ക് തോന്നുന്നു കാർത്തിക് സൂര്യയുടെ ഹലോ ഗൈസ് ഈ സാധനം ഇപ്പം ആരെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ പോയി പറയൂ ഇത് കോപ്പിയാണെന്ന്? പറയില്ല. കാരണം ഇപ്പം എല്ലാവരും ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഇത് ആരും പറയില്ല കോപ്പിയാണെന്ന്. അൻസിഫ് ചെയ്യുമ്പോൾ കോപ്പിയാ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് ഇൻസ്പയർ എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻസ്പയർ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്പയർ എന്നല്ല, നമ്മളത് കണ്ടിട്ടായിരിക്കും നമുക്കും ഇതുപോലെ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം, ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ അറിയാം, ഇതെന്താണെന്നറിയാം, ഏതാണെന്നറിയാം. അപ്പം ദെൻ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നൊരു തോന്നലിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അവരുടെ ഒരു ടച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈലെല്ലാം തന്നെ നമ്മുടെ വീഡിയോസിൽ തുടക്ക സമയത്തുണ്ടായിരുന്നു. ഐ ആം അക്സെപ്റ്റിംഗ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോൾ 2-3 വർഷമാണിത്, ഇപ്പം എന്ത് സിമിലാരിറ്റി, എന്ത് സെയിം സാധനം എന്താണുള്ളത്? പലരും വന്ന് വീഡിയോക്കകത്തിരുന്ന് വെട്ടി തുറന്നിരുന്ന് വിളിച്ച് പറയുന്നുണ്ട്, അതടിച്ചോണ്ട് പോയി, ഇതടിച്ചോണ്ട് പോയി, മറ്റത് കൊണ്ടുപോയി, മറിച്ചത് കൊണ്ടുപോയി. ഒരു തേങ്ങയും അടിച്ചോണ്ട് പോയിട്ടില്ല. എനിക്കതിൻ്റെ അത്ര ഗതികേടല്ല, മനസ്സിലായില്ലേ? അത്ര ഗതികേടല്ല എനിക്ക് പറയാൻ. എനിക്ക് ഇവിടെ കിടന്ന എനിക്കൊരു തൊണ്ടയാണ്, എനിക്ക് കിടന്ന് അലറാനും വയ്യ, കീറാനും വയ്യ, ബഹളം വെക്കാനും വയ്യ. എൻ്റെ അതാ ഇവിടെ ഒരു മൈക്ക് ഇരിപ്പുണ്ട്. ഇതിനകത്ത് നോക്കിയതാ എൻ്റെ സൗണ്ട് ഫുള്ളാണ് പറയുമ്പോൾ. ഇതിനപ്പുറം അങ്ങനെ എനിക്ക്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എല്ലാ സംഭവവും എല്ലാവരും പറയുന്നത് എന്തിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത ഓരോരോ സാധനം. പിന്നെ എൻ്റെ കൈയുടെ ആക്ഷൻസ്, അതാണ് മെയിനല്ലേ എല്ലാവരും പറയുന്നത്. കൈയുടെ ആക്ഷൻസ് ഇപ്പം നിങ്ങൾ ഒരാളുടെ മുമ്പിൽ പോയിരുന്നു സംസാരിച്ച് നോക്കും, നമ്മളിങ്ങനെ ചുമ്മാ ഇട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂടുതൽ പേര് ഇങ്ങനെ ആയിരിക്കും വെച്ചേക്കുന്ന കൈ സംസാരിക്കുമ്പോൾ, ഇങ്ങനെ. നിങ്ങളൊരു വീഡിയോ എടുത്ത് ചെയ്ത് നോക്ക്, അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ചെയ്യുന്നതിന് മൊത്തവും കുറ്റം കണ്ടുപിടിക്കാനും കമ്പയർ ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഈ കമ്പാരിസൺ നിർത്തുക. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ രീതികളുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രീതിയിലല്ല ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഐ നോ ഹൗ ടു എന്താ പറയുക, ഇതിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം. ഇത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസിനെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്നൊക്കെ പറയും. ഇതിന് വീഡിയോ മുന്നിൽ എല്ലാവരും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ പറയുമ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടിയൊക്കെ ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും എല്ലാം കേട്ടി തന്നെയാണ് ഞാനെന്നല്ല എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പോയിട്ടൊരു തെറ്റ് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് കരുതി ആ സാധനങ്ങൾ പറയരുത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തോന്ന് ഇൻട്രോ അടിച്ചോണ്ട് വരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എവിടെയാണ് ഞാൻ പറയുന്ന പോലെ ഒരു ഇൻട്രോ നിങ്ങൾ കണ്ടത്? വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ ചെയ്യണം. ഈ ഇൻട്രോ നിങ്ങൾ എവിടെയാണ് കണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുക. ഈ വെൽക്കം ബാക്ക് ടു അല്ലെങ്കിൽ എൻ്റെ പേര് പറയുന്നതും ഞാൻ ഈ സാധനങ്ങളൊക്കെ ഈ സൈഡിൽ ലൈക്കും ഷെയറും ഒക്കെ ഇതൊക്കെ എനിക്ക് എന്തോ ഇതൊക്കെ എവിടെ നിന്ന് കയറുന്ന ആകാക്ക പറയുമ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കയറി വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് തിങ്, ദ ഐ. ഈ ഐയുടെ കോപ്പി അല്ലേ? ഈ ഐ എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ചെറിയൊരു ഷെൽഫ് പോലെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. അപ്പോഴെനിക്കൊരു തോട്ട് വന്നതാണ്, ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് മാതിരിയാണ് അല്ലേ? അപ്പോൾ ഒരു കണ്ണ് വെക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കണ്ണ് വെച്ചത്. മനസ്സിലായി? ബിഗ് ബോസ് ഈസ് ലൈക്ക് എ ഐ അല്ലേ? എൻ്റെ ലോഗോ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഐ വെച്ചത്. അതിലും കയറി പിടിച്ച് വളരെ ചീപ്പാണ് പെരുമാറുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ഒരു വേലയും പറയാൻ പോയിട്ട് കാര്യമില്ല. അത് പറയാൻ പോവരുത്. പിന്നെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ എന്തെങ്കിലും വിവരങ്ങൾ ഇടുമ്പം അവിടെ നിന്ന് കോപ്പി അടിച്ചു, ഇവിടെ നിന്ന് കോപ്പി അടിച്ചു, അവരുടേത് എടുത്തു, ഇവരുടേത് എടുത്തു.
ഇത് കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന വെവ്വേറെ സാധനങ്ങൾ ഉണ്ടാവും, സെയിം സാധനങ്ങൾ ഉണ്ടാവും. ഇതിപ്പോൾ കൺഫേംഡ് ലിസ്റ്റ് ഒരാൾ ഇട്ടു എന്ന് കരുതിക്കൊണ്ട് മറ്റൊരാൾക്ക് ഇടാൻ പാടില്ലേ? അതങ്ങനെ കോപ്പിയാവും. കോപ്പി അടിക്കുന്ന ചാനലുകളുണ്ട്. എന്തുകൊണ്ട് അവരെ എടുത്ത് പറയാതെ ഈ പറയുന്ന എന്നെ മാത്രം ഇരുന്ന് എൻ്റെ പേര് പറയൂല, അതുകൊണ്ടാണ് ഞാനും പേര് പറയാത്തത്. എൻ്റെ പേര് പറയത്തില്ലല്ലോ. കാരണം ഓഡിയൻസ് എല്ലാം കൂടി ഇങ്ങോട്ട് ചാടി വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു വിഷയമാവും, എനിക്കത് വ്യൂവേഴ്സ് കിട്ടും. അപ്പം അങ്ങനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല. അതാണ് ദ അസൂയ ആൻഡ് കുശുംബ് ഇസ് ദ മെയിൻ തിങ്. അതാണ് ഞാൻ ആ പോയിന്റ് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് പേര് പറയാനുള്ള ധൈര്യം ഇല്ലെന്നേ. പേര് പറയാനുള്ള ധൈര്യം ഇല്ല. ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ചോദിക്കും നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ പേര് പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരാൾക്ക് പ്രമോഷൻ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഇനി PR എടുക്കുന്നവരുടെ ചില പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാ വിവരങ്ങളും, പോയ സീസണിലെ കാര്യങ്ങളും വാങ്ങിച്ച കാശുകളും ഒക്കെ തന്നെ വളരെ വ്യക്തമായി അറിയുകയും അതുപോലെ തന്നെ വളരെ വ്യക്തമായി എല്ലാം മുന്നോട്ട് പോകുന്നതും ഒക്കെ തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കരുത്. ഞാൻ പിന്നെ കുറച്ചുകൂടി പേഴ്സണലായിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു പോകാനുള്ള ഒരു സാഹചര്യം വരും. ബിക്കോസ് ഞാനൊരു മനസാക്ഷിയുള്ള ഒരാളാണ്. കാരണം വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആയാലും എൻ്റെ വീട്ടിലിപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചു. അമ്മൂമ്മ മരിച്ചിട്ട് ഇന്നിപ്പോൾ 10-30 ദിവസം ആവുന്നു. ഞാൻ 2-3 ദിവസം വീഡിയോസ് ഒന്നും ചെയ്തില്ല. മരിക്കുന്നതിന് മുന്നേ ഏതാണ്ട് സീരിയസ് ആയപ്പോഴും ഞാൻ വീഡിയോസൊക്കെ നിർത്തി. അപ്പൂപ്പ മരിക്കാൻ സീരിയസ് ആയപ്പോഴും വീഡിയോസൊക്കെ നിർത്തി. ഓക്കെ, പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ സീരിയസ് ആയി മരിക്കാറായി ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. നമ്മൾ മരിക്കാറായി ഹോസ്പിറ്റലിൽ അത്ര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുണ്ട്. എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് മനസാക്ഷിയുള്ള കൂട്ടത്തിലാണ്. അതെങ്കിലും നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നു. 2-3 വർഷം മുന്നേ നടന്ന കഥയാണ്, പറയുന്നില്ല, പോട്ടെ. എനിക്ക് മനസാക്ഷി ഉണ്ടേ. അപ്പൂപ്പനും അമ്മുമ്മയും മരിക്കാറായപ്പോൾ പോലെ ഞാൻ വീഡിയോ നിർത്തിയിട്ട് പോയതാ. ഓക്കെ, അപ്പം നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ അതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ എന്തുണ്ടാക്കിയാലും, നമ്മൾ യൂട്യൂബിലൂടെ കാശുണ്ടാക്കിയാലും അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വെറുപ്പും എല്ലാം നന്മയും എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബം ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? പലരുടെയും വീഡിയോസിലൂടെ ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ സാധനങ്ങളാണ്. എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഒരു മെയിൻ തിങ് എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി നിങ്ങൾ ഓഡിയൻസ് കരുതി വെച്ചിരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് ആൻഡ് കൺഫേംഡ് ലിസ്റ്റ്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദിസ് അറിയാമോ? കൺഫേംഡ് ലിസ്റ്റിനാ കൺഫേം, പ്രഡിക്ഷൻ ലിസ്റ്റ് അങ്ങനെ അല്ല. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഡിക്ഷനാ. ഞാൻ ചോദിക്കട്ടെ, അൻസിഫ് ഇന്ന് വരെ വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഈ ക്യാമറ നോക്കി പറഞ്ഞിട്ടില്ല, എടാ ഇത് എൻ്റെ പ്രഡിക്ഷൻ ആണ്, എൻ്റെ പ്രഡിക്ഷനിൽ നിന്നും എനിക്ക് തോന്നുന്ന പേരുകളാണ് ഞാൻ പറയുന്നത്. എടാ എനിക്ക് തോന്നുന്ന 20 പേര് ഞാൻ പറഞ്ഞിട്ട് ഈ 20 പേരും വീട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? എനിക്ക് അറിഞ്ഞൂടാത്താണ് ഞാൻ ചോദിക്കുക. എനിക്ക് തോന്നുന്ന 20 പേര് ഞാൻ പറഞ്ഞു. ഈ 20 പേരും വീടിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് 20 പ്രഡിക്ഷൻ ലിസ്റ്റ് ആണോ കൺഫേംഡ് ലിസ്റ്റ് ആണോ? ഇത് അറിഞ്ഞിട്ട്, ഇത് കൺഫേം ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ കള്ളം പറഞ്ഞ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നതാണോ? നിങ്ങൾ പറ. എനിക്ക് വേണമെങ്കിൽ ഈ കിട്ടിയ കൺഫേംഡ് ലിസ്റ്റ് എല്ലാം പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിടാം. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിടുമ്പോൾ അവിടെ ക്രെഡിറ്റ് ആർക്കാ? എനിക്ക് ക്രെഡിറ്റ് കൂടുതലാണ് കിട്ടുക. ബിക്കോസ് അത് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ നിഗമനമല്ലേ, ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ലേ, അത് സാധ്യതാ പട്ടികയല്ലേ, ഞാൻ പറയുന്നതല്ലേ പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ലേ സംഭവം തന്നല്ലോ. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് പറയാമല്ലോ. ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷേ പലരും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ നിന്നോട്ടെ. ഒന്നും പറയുന്നില്ല. ഇത് കുറേ ദിവസമായി എന്നെ ഇങ്ങനെ ഈ പിഴിഞ്ഞ് ഓരോന്ന് ഞാനിവിടെ എന്തെങ്കിലും ഒന്നിടും, ഇങ്ങനെ കല്ല് പറക്കി എറിയും പോലെ ഞാൻ നീ വാ, എവിടെ കല്ലെവിടെ? നിന്റെ തലവണ്ടയ്ക്ക് തന്നെ കൊള്ളണം, ഇവിടെ നിന്നൊരു കല്ലെറിയും. അപ്പോൾ ഈ കമൻറ്റ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചാടി വെട്ടുകിളി ആക്രമണത്തിന് വരും. അപ്പം ഞാനിവിടെ ഇരുന്ന് ഒന്നും നിങ്ങൾക്കറിയാം, ഇത് ഒന്നും ഞാൻ പ്രതികരിക്കാൻ പോകാറില്ല. ഇന്നാണ് ഞാൻ വീഡിയോ സഹി കേട്ടിട്ടിടുന്നത്. എനിക്ക് ടോപ്പിക്ക് തീരെ സംസാരിക്കാൻ താല്പര്യവും ഇല്ല, ഒന്നുമേ താല്പര്യമില്ലാത്തൊരു കാര്യം. പക്ഷെ സഹി കേട്ട് ഞാൻ വന്ന് ഇത് പറഞ്ഞു പോയതാണ് സത്യം. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അത് പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല, അത് കൺഫേം ലിസ്റ്റ് തന്നെയാണ്. അവർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ജനറലി പറയുന്നതാണ്, ആരൊക്കെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്നോ, ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിരുന്ന സാധനം എല്ലാം കൺഫേം ആണ്.
നമ്മൾ കൺഫേം ലിസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിറക്കി വിടാനൊന്നും പോകുന്നില്ല. സീസൺ 6 നമ്മൾ പ്രഡിക്ഷൻ കൺഫേം ഇട്ടതാ, 5 പ്രഡിക്ഷൻ ഇട്ടതാ. 5 ഓരോരുത്തരുടെ പേര് വീതം എടുത്തു വന്ന് ഫോട്ടോ ഒക്കെ കാണിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടാണ് ഞാൻ പോയത്. ആരെങ്കിലും പുറത്താക്കിയോ? കൺഫേംഡ് ലിസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്താക്കിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് വന്ന് പറയുന്ന സംഭവങ്ങൾ അത് അവരവരുടെ പ്രഡിക്ഷൻ അല്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് വന്ന് ഇടുന്നത് പ്രഡിക്ഷൻ അല്ല, അത് അറിഞ്ഞിട്ട് വിവരം അറിഞ്ഞിട്ട് വന്ന് ഇടുന്നത് തന്നെയാണ്. പറഞ്ഞ മനസ്സിലായോ? പ്രഡിക്ഷനൊക്കെ വരുന്ന സമയം ബിഗ് ബോസ് തുടങ്ങുന്നതിന് 6 മാസം മുന്നേയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. അവർ വരാം, ഇവർ വരാം, അവർ വന്നേക്കാം, ഇവർ വന്നേക്കാം. ഇപ്പം എങ്ങനെ ഈ പ്രഡിക്ഷൻ പറയാൻ പറ്റും? പ്രഡിക്ഷൻ പറയേണ്ട സമയമാണോ ഇപ്പോൾ? ഷോ തുടങ്ങാൻ ബാക്കി 5 ദിവസം നിൽക്കുമ്പോൾ എങ്ങനെ പ്രഡിക്ഷൻ പറയും? ഇതൊക്കെ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നില്ല, വീഡിയോ നീണ്ടു പോകും. എനിക്ക് ആരെയും പേഴ്സണലി പോയി അറ്റാക്ക് ചെയ്യാതിരിക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ആരെയും പോയി അറ്റാക്ക് ചെയ്യാതിരിക്കുക. ആരെയും, എന്നെയും ചെയ്യരുത്, ആരെയും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. അവരവരുടെ കാര്യങ്ങൾ നോക്കി മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവരവർക്ക് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ പല പല കാര്യങ്ങളും വലിച്ചിടും. അത്രയേ ഉള്ളൂ. പലരിടത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതും ഞാൻ എൻ്റെ പല ചെവി വഴിയും, 2 ചെവിയേ ഉള്ളൂ, പല ചെവി വഴിയും അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ചോദിക്കാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. അതൊക്കെ വിട്ടേക്കാം. ഇഷ്യൂസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇഷ്യൂസ് ഉറപ്പായിട്ടും ഉണ്ട്. അത് സെയിം ഫീൽഡ് ആയതുകൊണ്ടായിരിക്കാം, സെയിം വർക്ക് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഓരോ വ്യക്തികൾ വരുമ്പോഴും അവരെ അവരുടെ വീഡിയോസും കാണണം, അല്ലെങ്കിൽ അവരുടെ നിങ്ങൾ കണ്ടു നോക്കണം. എല്ലാവരുടെയും കാണണമെന്ന് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറഞ്ഞു. എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. അതിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് ഒരെണ്ണം ഓരോ ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് കിട്ടിയില്ല എന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു സജഷനായിട്ട് വരാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കറിയില്ല ഇതെങ്ങോട്ടാ പോക്കെന്ന്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇത്രയും പറഞ്ഞു എനിക്കിപ്പോൾ ഒരു സമാധാനമായി. എനിക്ക് സമയം കിട്ടത്തില്ലല്ലോ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ പറയാനായിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ചാനലിലും വരുന്നുണ്ട്. കാത്തിരിക്കുക, കാണാം. പിന്നെ ഒരു കാര്യമാണ്, ഫേക്ക് ഐ ഡി വെച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നു. ആരെയൊക്കെയോ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ തന്തയ്ക്ക് വിളിക്കും, നല്ല രീതിക്ക് ചീത്ത വിളിക്കും. പക്ഷേ അത് വിളിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. എൻ്റെ ഐ ഡിയിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുമുണ്ട്. ഞാൻ ഇനിയും വിളിക്കും. എനിക്ക് പേഴ്സണലി ഹേർട്ടാവുന്ന രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേസ് കൊടുക്കുന്ന വകുപ്പിന് അത് പോവുകയും ചെയ്യും. ആ ഐ ഡി തപ്പിപ്പിടിക്കുകയും ചെയ്യും. എല്ലാം വെച്ച് ഞാൻ വരും. അത് വേറൊരു കാര്യം. അപ്പോൾ ഇതിനോട് എൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ താഴെയും ഈ പറഞ്ഞ പോലെ ഞാൻ ഫേക്ക് വെച്ച് കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഫേക്ക് വെച്ച് കമൻറ്റ് ചെയ്തു ഒരാൾ തെളിയിച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ ഡിലീറ്റ് ആക്കി പോകും. ഒരാൾക്ക് തെളിയിക്കാൻ പറ്റുമോ? കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റാവെന്ന് പറയാം. എനിക്ക് ഡയറക്റ്റ് പറയാനുള്ള ധൈര്യമുണ്ട്. ഇത്രയും 20 മിനിറ്റ് 22 മിനിറ്റ് കിടന്ന് അലക്കാൻ എനിക്ക് അത് പറയാനാണോ പാട്? എനിക്ക് എൻ്റെ ഐഡിയയും തന്നെ നല്ല വൃത്തിക്ക് പറയാൻ അറിയാം. എനിക്ക് ഒരു പേടിക്കും, ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല ധൈര്യമായിട്ടൊന്ന് പറയാനുള്ള കരുത്തുമുണ്ട്, ധൈര്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്തയ്ക്ക് വിളിക്കാനൊക്കെ അറിയാം കേട്ടോ. അത് എൻ്റെ ഐഡിയ തന്നെ വിളിക്കുമ്പോൾ എനിക്കൊരു പവറല്ലേ. പണികൾ തുടർന്നോളൂ. ഞാനും എൻ്റെ പണികൾ തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങളുടെയൊക്കെ സജഷൻസ് ഞാൻ മാനിക്കുന്നു. ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ വെട്ടുകിളികളുടെ ആക്രമണത്തെ ഞാൻ ഒരിക്കലും ഭയക്കില്ല. ആക്രമണം തുടർന്നാൽ വെട്ടി വീഴ്ത്താം, വേറെ നിവൃത്തിയില്ല. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.